വെൽക്കം ബാക്ക് ടു ഗുഡ്വിൽ പാചകം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി കോണ്ടിനെൻ്റൽ ഡിഷാണ് റോസ്റ്റ് ചിക്കൻ വിത്ത് റോസ്റ്റ് ഗ്രേവി. അതിൻ്റെ കൂടെ അക്കമ്പനിമെൻ്റായിട്ട് ബട്ടേഡ് ഗാർലിക് വെജിറ്റബിളും ബട്ടേഡ് റൈസുമാണ് നമ്മളതിൻ്റെ കൂടെ തയ്യാറാക്കുന്നത്. നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം അതിൻ്റെ ചേരുവകളും ഒന്ന് നോക്കാം. നമുക്ക് റോസ്റ്റ് ചിക്കൻ്റെ മാരിനേഷൻ തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് HP സോസ്, 1 ടീസ്പൂൺ SP സോസ്. ഇനി നമുക്ക് വേണ്ടത് W സോസ്, അതും 1 ടീസ്പൂൺ. ഇനി നമുക്ക് മസ്റ്റാർഡ് സോസ്, അതും 1 ടീസ്പൂൺ. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് റോസ്മേരിയാണ്. ഡ്രൈ റോസ്മേരി എന്ന ഹെർബ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക. 2 പിഞ്ച് നമ്മളെടുത്തിരിക്കുന്നത്. ഇനി നമ്മളെടുക്കുന്നത് വിനീഗറിയാണ്. വിനീഗർ 2 ടീസ്പൂൺ വിനാഗിരി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും. ഇനി ഉപ്പ് 1/4 ടീസ്പൂൺ ഉപ്പും ഇന്നത്തേക്ക് ചേർക്കാം. ഉപ്പ് നമ്മുടെ പാകം നോക്കിയിട്ട് പാകത്തിന് മാത്രം ചേർത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ആഡ് ചെയ്യാം. 1 കപ്പ് ഓയിൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടത് നമ്മുടെ ഓയിലും സോസും ഒക്കെ കൂടി നന്നായിട്ട് ബ്ലെൻഡായി. ഇനി ഇതിലേക്ക് പെപ്പർകോൺ ഇട്ട് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ പെപ്പർകോൺ. 1 ക്ലോവ് വെളുത്തുള്ളി ചതച്ചത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് മാരിനേഷനിലേക്ക് ഇറങ്ങാൻ. ഇനി നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്തും ഒരു ഓണിയൻ റഫായിട്ട് കട്ട് ചെയ്ത്, അതുപോലെ സെലറി 1 തണ്ട് സെലറിയും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ മാരിനേഷൻ ഇവിടെ റോസ്റ്റ് ചിക്കനുള്ള ചിക്കൻ നമുക്ക് മാരിനേഷൻ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതിലൊന്ന് കുത്തി റെഡിയാക്കാം. നമ്മുടെ മസാല ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് നമുക്കൊരു ബ്രസ്റ്റിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഇത് ചെയ്ത് കൊടുക്കുക. കാരണം അവിടുത്തെ മീറ്റിലേക്കൊക്കെയാണ് കൂടുതൽ മസാല പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാരിനേഷൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് മാരിനേഷൻ ഇതിൻ്റെ ഉള്ളിലേക്കും കൂടി കൊടുക്കാം. മാരിനേഷൻ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്കിതൊരു 4 അവർ നമുക്കിത് റെസ്റ്റിനായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്കിത് ഓവനിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ 4 മണിക്കൂർ മുമ്പ് നമ്മൾ മാരിനേഷൻ ചെയ്ത് വെച്ച നമ്മുടെ റോസ്റ്റ് ചിക്കൻ നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഓവനിൽ ട്രേയിലേക്ക് എടുക്കാൻ. ട്രേയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് സ്പ്രെഡ് ചെയ്യാം ഓയിൽ. നമുക്ക് ചിക്കൻ ട്രേയിലേക്ക് എടുത്ത് വയ്ക്കാം. മാരിനേഷനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ചെയ്യാനായിട്ട് ട്രേയിൽ റെഡിയാണ്. ഇത് നമുക്ക് ഓവനിലേക്ക് വയ്ക്കാം. നമ്മുടെ ഓവൻ 160 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 45 മിനിറ്റ്സ്, ഏകദേശം 45 മിനിറ്റ്സ്. നമുക്കത് ചെക്ക് ചെയ്തിട്ട് ബാലൻസ് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം. നമുക്കിനി ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് വീണ്ടും ഓവനിലേക്ക് വയ്ക്കാം. തിരിച്ച് വയ്ക്കാം. അലൂമിനിയം ഫോയിൽ വെച്ച് നമുക്കത് കവർ ചെയ്യാം. നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് പുറത്തെടുത്തൊന്ന് കവർ ചെയ്തിട്ട് വെച്ചാണ്. വീണ്ടും 40 മിനിറ്റ്സ് ആയി. നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം.
നമ്മുടെ റോസ്റ്റ് ചിക്കൻ കുക്കായോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സോസ് കൂടി ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് വേണ്ടത് ഇതിൻ്റെ ജ്യൂസാണ്. ഇപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തപ്പോൾ ഇതിനകത്ത് കുറേ ജ്യൂസ് ഉണ്ട്. ആ ജ്യൂസും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് സോസ് റെഡിയാക്കാം. പിന്നെ നമുക്ക് കുറച്ച് ബോയിൽ വെജിറ്റബിൾ, ബട്ടഡ് വെജിറ്റബിൾ, അതിനുവേണ്ടി വെജിറ്റബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ബട്ടഡ് റൈസ് കൂടി ഇതിൻ്റെ കൂടെ അക്കമ്പനിമെൻ്റായിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് റോസ്റ്റ് ചിക്കൻ്റെ സോസ് തയ്യാറാക്കാനായിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10 ഗ്രാം ബട്ടർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഫ്ലോർ, റിഫൈൻഡ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. നമ്മൾ റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് ചെയ്തപ്പോൾ ഓവനിൽ വെച്ച് റോസ്റ്റ് ചെയ്തപ്പോൾ ആ ട്രേയിൽ കിട്ടിയ അതിൻ്റെ ജ്യൂസ് നമ്മൾ വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലോർ ഒന്ന് സോട്ട് ചെയ്തിട്ട് ആ ജ്യൂസിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ആ ഫ്ലോർ സോട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ റോസ്റ്റ് ചിക്കൻ്റെ റോസ്റ്റ് ഗ്രേവി തയ്യാറായി കഴിഞ്ഞു. നമ്മൾ കുറച്ച് റിഫൈൻഡ് ഫ്ലോർ ബട്ടറിൽ സോട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായി നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് സ്റ്റോക്ക് അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ചൂടുവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ സോൾട്ട് ഒന്ന് നോക്കാം. സോൾട്ടെല്ലാം നല്ല പാകത്തിനാണ്. നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 പിഞ്ച് പെപ്പർ കോണും ഇട്ട് കൊടുക്കാം. നമ്മുടെ റോസ്റ്റ് ഗ്രേവി നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമ്മുടെ റോസ്റ്റ് ചിക്കന് അക്കമ്പനിമെൻ്റ് ആയിട്ട് നമ്മൾ ബട്ടഡ് ഗാർലിക് വെജിറ്റബിൾ കൊടുക്കുന്നുണ്ട്. നമുക്കത് തയ്യാറാക്കാം. ഒരു 15 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാനിലേക്ക്. ബട്ടർ അതൊക്കെ മെൽറ്റായി വരുന്നുണ്ട്. നമുക്ക് ചോപ്പ് ചെയ്ത് ഗാർലിക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചോപ്പ് ചെയ്ത് ഗാർലിക് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഗാർലിക് വെജിറ്റബിളിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, ഈ 3 ഐറ്റമാണ്. നമുക്കത് ഗാർലിക് പതുക്കെ സോട്ട് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ നമുക്ക് നന്നായിട്ടും സോട്ട് ചെയ്യാം. 1 പിഞ്ച് സോൾട്ട്, 1 പിഞ്ച് വൈറ്റ് പെപ്പർ പൗഡർ. ഇനി നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബട്ടഡ് റൈസ് കൂടി തയ്യാറാക്കാം. നമുക്ക് ബട്ടർ റൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു 40 ഗ്രാം ബട്ടറാണ് ഇതിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബട്ടർ മെൽറ്റായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ചോപ്പ് ഗാർലിക് 1 ടീസ്പൂൺ, ചോപ്പ് ഷാലറ്റ്സ് അതും 1 ടീസ്പൂൺ. നമ്മുടെ ഗാർലിക്കും സ്മോൾ ഓണിയനും അതായത് ഷാലറ്റ്സും ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒന്ന് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നല്ല കളർഫുൾ ആവും ബട്ടർ റൈസ്. അതിന് വേണ്ടിയിട്ടാണ് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യുന്നത്. നമ്മുടെ ഗാർലിക്കും ഷാലറ്റ്സ് എല്ലാം ലൈറ്റായിട്ട് ബ്രൗൺ ആയി. ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കമാണ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതുകൂടെ ഒന്ന് പതുക്കെ സോട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് കുറച്ച് സോൾട്ട് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വൈറ്റ് പെപ്പറും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ റൈസ് ആഡ് ചെയ്യാം.
നമുക്കിതിൻ്റെ സോൾട്ട് ഒന്ന് നോക്കാം. സോൾട്ട് ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ബട്ടർ റൈസ് തയ്യാറായി കഴിഞ്ഞു. നമുക്ക് ഫയർ ഓഫ് ചെയ്യാം. നമുക്കിതിന് ഡിഷ് ഔട്ട് ചെയ്യാം. നമ്മുടെ ചിക്കനും വെജിറ്റബിളും റൈസും എല്ലാം വെച്ച് ഒന്ന് ഡിഷ് സെറ്റ് ചെയ്ത് റെഡിയാക്കാം. നമ്മുടെ റോസ്റ്റ് ചിക്കൻ നമുക്ക് ഒന്ന് ഡിഷ് ഔട്ട് ചെയ്യാം. നമുക്ക് റൈസ് വെച്ച് കൊടുക്കാം. ടൊമാറ്റോ, ഗ്രിൽ ചെയ്ത ടൊമാറ്റോ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾ കൂടി വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിന് മുകളിൽ കൂടി കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചോപ്പ് പാഴ്സ് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. നമ്മുടെ സൂപ്പർ സ്പെഷ്യൽ റോസ്റ്റ് ചിക്കൻ തയ്യാറായിട്ടുണ്ട്. അടിപൊളി ഐറ്റമാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.